കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ പരിശോധിക്കാൻ നമുക്ക് നമ്മുടെ ലോക, കാന്തര, ചാപ്റ്റർ 1, ബൾട്ടി, മിറാജ്, ഇഡ്ലിക്കടി എന്നീ സിനിമകളിലെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങി. അതിന് പക്ഷേ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമ്മുടെ കല്യാണി പ്രിയദർശൻ അഭിനയിച്ച് നമ്മുടെ ലോക സിനിമയിൽ നിന്ന് ആരംഭിക്കാം. ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് 28 പുറത്തിറങ്ങിയ സിനിമയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 43 ദിവസമായിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ റിലീസ് വന്നിട്ട്. സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഒക്ടോബർ മാസം 9-ാം തീയതി സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 20 ലക്ഷം ആണ് കാണാൻ സാധിക്കുന്നത്. 20.25 ലക്ഷം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് ടോട്ടലായിട്ട്. എന്തായാലും സിനിമ കേരള ബോക്സ് ഓഫീസ് കഴിഞ്ഞ് 43 ദിവസം കൊണ്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് 119 കോടിയാണ് കാണാൻ സാധിക്കും. 119.89 ലക്ഷമാണ് സിനിമ നിലവിലെ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡ് അപ്രോക്സ് ആയിട്ട് സിനിമ 300 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്തായാലും ഒരു കിണ്ണം കളക്ഷൻ തന്നെയാണ് നമ്മുടെ ലോക സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ കാന്തര ചാപ്റ്റർ 1 ഋഷഭ് ഷെട്ടിയുടെ ഡയറക്ഷനിൽ പുള്ളിക്കാരൻ തന്നെ അഭിനയിച്ച ഒരു വമ്പൻ സിനിമ. നിലവിലെ സിനിമ 500 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. നിലവിലെ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. 500 കോടിയുടെ. എന്തായാലും നമ്മുടെ കന്നഡയിൽ നിന്ന് ഈ ഒരു സിനിമ 1000 കോടി എടുക്കുമോ എന്ന് കൺബോക്സ് ചെയ്യപ്പെടുക. എന്തായാലും പടത്തിന്റെ കേരള ബോക്സ് ഓഫീസ് ഇപ്പോൾ റിലീസിന് വന്നിട്ട് 8 ദിവസം ആവുകയാണ്. 8-ാമത്തെ ദിവസം നമ്മുടെ കേരളത്തിലെ സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 1.89 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ഹോൾഡ് സിനിമയ്ക്ക് വർക്കിംഗ് ഡേയ്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. നാളെ ഇനി ശനിയാഴ്ചയാണ്, നല്ലൊരു കളക്ഷൻ വീക്കെൻഡാണ് വരാൻ പോകുന്നത്, ശനി ഞായർ കളക്ഷന്. നിലവിലെ സിനിമ കഴിഞ്ഞ 8 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 33.14 ലക്ഷമാണ് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നല്ലൊരു കളക്ഷൻ തന്നെയാണ് കാന്തര ചാപ്റ്റർ കൊണ്ട് കാണാൻ സാധിക്കും നിലവില്. ഇനി ഷെയ്ൻ നിഗത്തിന്റെ ഒരു ഗുസ്തി പടമാണ് ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ 14 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് സിനിമയ്ക്ക് 8.14 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. നിലവിലെ സിനിമയ്ക്ക് 14-ാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിന് 15.75 ലക്ഷമാണ് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിലെ കളക്ഷൻ. ഇനി ധനുഷിന്റെ ഇഡ്ലിക്കടി എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമ കഴിഞ്ഞ 9 ദിവസമായി തിയേറ്റർ റിലീസിന് വന്നിട്ട് 1 കോടി പോലും സിനിമയ്ക്ക് തികച്ച് കിട്ടിയിട്ടില്ല കേരള ബോക്സ് ഓഫീസിന്. സിനിമയ്ക്ക് കഴിഞ്ഞ 9-ാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് ബോക്സ് ഓഫീസ് ആയിട്ട് സിനിമയ്ക്ക് 2.50 ലക്ഷമാണ് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് സിനിമയ്ക്ക് 95 ലക്ഷമാണ് കഴിഞ്ഞ 9 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് നമ്മുടെ ഇഡ്ലിക്കടി എന്ന് പറഞ്ഞ ധനുഷ് തമിഴ് സിനിമ. ഇനി നമ്മുടെ ആസിഫ് അലി, ജിത്തു ജോസഫ് കോമ്പോയിൽ പുറത്തിറങ്ങിയ മിറാജ് എന്ന് പറഞ്ഞ സിനിമയാണ്. കഴിഞ്ഞ 21 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് ആണ്. 21-ാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് 1.70 ലക്ഷമാണ് കാണാൻ സാധിക്കുന്ന സിനിമ കളക്ഷൻ. സിനിമ ഉടൻ തന്നെ OTT റിലീസിന് പോകുന്നതായിരിക്കും. സിനിമയുടെ OTT അവകാശങ്ങളൊക്കെ നമ്മുടെ സോണി ലിവാണ് മേടിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ സിനിമയുടെ OTT റിലീസ് തീയതി ഈ മാസം അവസാനം പ്രഖ്യാപിക്കുന്നതായിരിക്കും. നിലവിലെ സിനിമ കഴിഞ്ഞ 21 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട് 5.97 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. 5.97 ലക്ഷം. എന്തായാലും 6 കോടിയിലോട്ട് പോവുകയാണ്. എന്തായാലും ഒരു വീക്കെൻഡ് എന്തായാലും സിനിമയുടെ കളക്ഷനിൽ ഒരു 6 കോടി എത്തിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾക്കായിട്ട് നിമിഷം ആദ്യം കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ കളക്ഷൻ ബോക്സ് ഓഫീസ് വിവരങ്ങൾക്കായിട്ട്.